Good afternoon. Good afternoon, ma'am. Okay. എല്ലാവർക്കും good afternoon. Okay. സച്ചിൻ കേട്ടി അല്ലേ? ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ. മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഓക്കെ. സജിത, ആദ്ര, ഓക്കെ. സൗമ്യ, ഓക്കെ. അഞ്ജലി, സജിത് കേട്ടി, ഓക്കെ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? ഊണൊക്കെ കഴിച്ചോ? ഓക്കെ. വൃന്ദ, സോണിയ, ലിച്ചി, ഓക്കെ. കഴിച്ചു. നമ്മുടെ സ്ക്രീന് ഒന്ന് ഷെയർ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അത് നോക്കുക കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോൾ സ്ക്രീൻ ഓട്ടോമാറ്റിക് ഷെയർ ആവും കേട്ടോ. ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് ഷെയർ ആവുന്നില്ല. കറക്റ്റ് ഷെയർ ആവും. ഓക്കെ അല്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഷെയർ ആയിട്ടില്ലേ? ഓക്കെ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മൊഡ്യൂൾ 2-നകത്ത് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി അല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഇതായിരുന്നു ഫാർമസി അല്ലെ? അപ്പൊ ഫാർമസി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഫാർമസി എന്താണെന്നും ഫാർമസിയുടെ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫങ്ഷൻസ് ആണ് അല്ലെ? ഒരു ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? അപ്പൊ ആ പോയിന്റുകളെല്ലാം വായിച്ചൊക്കെ നോക്കിയോ? നിങ്ങള് വായിച്ചൊക്കെ നോക്കിയോ? ക്ലിയർ ആയോ? കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ? ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഫങ്ഷൻസ് കുറച്ച് പഠിച്ചിരുന്നു അല്ലെ? അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളാണ് ഒബ്ജക്റ്റീവ്സിനകത്തും വരുന്നത് കേട്ടോ. അതായത് ഒരു ഫാർമസി ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഒരു ഫാർമസി ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നിങ്ങളോട് ചോദിക്കും, അതായത് താഴെ തന്നിരിക്കുന്നവയില് ഒരു ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സിനകത്ത് ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഓക്കെ. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഇതാണ്, ടു മേക്ക് ഷുവർ ദാറ്റ് ദ അവൈലബിലിറ്റി ഓഫ് റൈറ്റ് മെഡിക്കേഷൻ at the right time in the right dose at the minimum possible cost. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് അതാണ്. എന്താണ് പറയുന്നത്? ടു മേക്ക് ഷുവർ ദാറ്റ് അവൈലബിലിറ്റി ഓഫ് റൈറ്റ് മെഡിക്കേഷൻ at the right time in the right dose at the minimum possible cost അല്ലെ? അതായത് ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസില് എന്ത് കൊടുക്കാം? ഈ പറയുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാം. അതും എന്താണ്? at the minimum possible cost അല്ലെ? കഴിയാവുന്ന പരമാവധി മിനിമം കോസ്റ്റില് അല്ലെ? കുറഞ്ഞ ചെലവില് എന്ത് ചെയ്യാ? അവർക്ക് ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസില് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഉത്തരവാദിത്തം, ആരുടെ ലക്ഷ്യം? ഫാർമസിയുടെ അല്ലെ? അവരുടെ അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഫാർമസിയുടെ ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ. പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വരെ അഫോർഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യണം? അവർക്ക് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ? അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടുകൂടി ശരിയായ മരുന്ന് ശരിയായ ഡോസില് ഈ പറയുന്ന മിനിമം പോസിബിൾ കോസ്റ്റില് പേഷ്യൻസിന് അതിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് ഫാർമസിയുടെ ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ. അതുപോലെ ഒരു ഹോസ്പിറ്റലിലുള്ള ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളെ എന്ത് ചെയ്യാം? പ്രൊഫഷണലൈസ് ചെയ്യാം അല്ലെ? എന്താണ് പ്രൊഫഷണലൈസ് ചെയ്യാന്ന് പറഞ്ഞ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഫാർമസിയുടെ ആ ഒരു എന്താ പറയുക, ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ ഒരു ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റിയില് സേഫ്റ്റിയില് അല്ലെ, അത് ഇഫക്റ്റീവ്നെസ്സിലൊക്കെ ഉയർത്തിക്കൊണ്ടുവരാം അല്ലെ? അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഫഷണലൈസ് ചെയ്യാണ് അല്ലെ? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടെ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റിയിലും പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കിക്കൊണ്ടും ഏറ്റവും നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളെ
സേവനങ്ങളെ പ്രൊഫഷണലൈസ് ചെയ്യുക അല്ലെ. ഓക്കെ, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. പ്രൊഫഷണലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായാലും അതില് പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഫാർമസി അല്ലെ, ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളിലൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളും അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. അങ്ങനെയൊക്കെ ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളെ എന്ത് ചെയ്യണം, പ്രൊഫഷണലൈസ് ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്, ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് for the medical staff, nurses and for patients on the use of drugs, possible after effects, toxicity, hostile effect, drug interactions, etc. Okay. പിന്നെ അതിന് പുറമെ എന്താണ്, ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കാം. ആർക്കുള്ള കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്കും അതുപോലെ നഴ്സസിനും പേഷ്യൻസിനും എന്താണ്, വിവിധ ടൈപ്സ് ഓഫ് മെഡിക്കേഷൻസ്, വിവിധ തരത്തിലുള്ള മരുന്നുകളെ പറ്റിയിട്ടും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകള്, അതിന്റെ ടോക്സിക് ഇഫക്റ്റ്, അതുപോലെ അതിന്റെ ഹോസ്റ്റൈൽ ഇഫക്റ്റ് അല്ലെ. ഹോസ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്, അഡ്വേഴ്സ് ആയിട്ടുള്ള ഇഫക്റ്റുകൾ കേട്ടോ. പ്രതികൂലമായിട്ടുള്ള ചില അപകടകരമായിട്ടുള്ള ചില ഇഫക്റ്റ് ഉണ്ട്. ചില മരുന്നുകൾക്ക് ചില എന്താണ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അത് ചിലപ്പോൾ പേഷ്യന്റിന് ചിലപ്പോൾ എന്തെങ്കിലും എന്താണ് അപകടങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ആ രീതിയിലുള്ള ഹോസ്റ്റൈൽ ഇഫക്റ്റ്, പിന്നെ അത് ഈ പറയുന്ന ഡ്രഗ് എങ്ങനെയാണത് ഇന്ററാക്ട് ചെയ്യുന്നത്, ബോഡിയിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്കും നഴ്സസിനും പേഷ്യൻസിനും ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുക. എന്ന് വെച്ചാൽ മരുന്നുകളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ മരുന്നുകളാണ്, അതിന്റെ ഇഫക്റ്റുകൾ, ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്, അതിന്റെ ടോക്സിക് ഇഫക്റ്റ് എന്താണ്, അതെങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, ഇതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് അതിനുള്ള അവയർനെസ് കൊടുത്തുകൊണ്ട് ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കാന്നുള്ളതും ഫാർമസിയുടെ ലക്ഷ്യമാണ്. ഓക്കെ, പിന്നെന്താണ്, ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ. ഇതുപോലെ തന്നെയാണ്, അതായത് മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റി അല്ലെ, ഏതൊക്കെ ടൈപ്പ് ഓഫ് മരുന്നുകള്, അത് ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത്, അതിന്റെ സൈഡ് ഇഫക്റ്റ് എന്താണ്, അങ്ങനെ മരുന്നുകളുടെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള ഒരു എന്താണ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസ് ആയിട്ട്, ഒരു വിവരങ്ങളുടെ ഉറവിടമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഫാർമസിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. മനസ്സിലായോ? അതായത് വെറുതെ മരുന്ന് കൊണ്ടുവയ്ക്കാൻ, മരുന്ന് വിതരണം ചെയ്യൽ മാത്രമല്ല ഒരു ഫാർമസിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകൾക്കും നഴ്സുകൾക്കും പേഷ്യൻസിനും മരുന്നുകളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് മരുന്നുകളുടെ വിവരങ്ങളൊക്കെ നൽകുന്ന ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും ഒരു ഇൻഫർമേഷൻ സെന്റർ ആയിട്ടൊക്കെ പ്രവർത്തിക്കാന്നുള്ളത് ഫാർമസിയുടെ ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, അടുത്തത് എന്താണ്, ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്. ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്, റിസർച്ച് പ്രോജക്റ്റുകളില് പങ്കെടുക്കുക അല്ലെ. പ്രത്യേകിച്ച് ഫാർമസി സംബന്ധമായിട്ടുള്ള ഗവേഷണ പ്രോജക്റ്റുകൾ. എന്തിനാ നമ്മളിങ്ങനെ റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തുന്നത്, പുതിയ പുതിയ മെഡിക്കേഷൻസുകളൊക്കെ കണ്ടുപിടിക്കലും അതുപോലെ പുതിയ ഡെലിവറി സിസ്റ്റംസുകളൊക്കെ ഇതാവാനും എനിക്കറിയാം. ഓരോ കാലഘട്ടങ്ങൾ ഓരോ റിസർച്ചിലൂടെയൊക്കെയാണ് നമ്മൾ പുതിയ പുതിയ മരുന്നുകളും മറ്റുമൊക്കെ കണ്ടെത്തുന്നത് അല്ലെ. ഇപ്പൊ നമ്മളിത് കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മള് കോവിഡ് വാക്സിൻ ഒക്കെ എന്ത് ചെയ്തിരുന്നു, ഡെവലപ്പ് ചെയ്തിരുന്നു അല്ലെ. കോവാക്സിൻ, കോവിഷീൽഡ് ഇതൊക്കെ ഒരു റിസർച്ചിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ് അല്ലെ ഇത്തരം വാക്സിനുകൾ. അങ്ങനെ റിസർച്ചിന്റെ ഭാഗമാവുക കേട്ടോ. റിസർച്ച് പ്രോജക്റ്റുകളിലൊക്കെ പങ്കെടുക്കുക. അങ്ങനെ നമ്മൾ ഈ പറയുന്ന പുതിയ പുതിയ മരുന്നുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ പേഷ്യന്റ് കെയറിൽ വന്ന നൂതന സാങ്കേതിക വിദ്യകളെ പറ്റിയിട്ടും അതിനെ പറ്റിയിട്ട് കൂടുതൽ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള റിസർച്ച് പ്രോജക്റ്റുകളിലൊക്കെ പങ്കെടുക്കുക. ഗവേഷണങ്ങളിലൂടെയാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് അല്ലെ. ഓക്കെ, പിന്നെന്താണ്, ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് decisions of the pharmacy and the therapeutic committee. നമ്മളൊരു ഫംഗ്ഷനിൽ പറഞ്ഞൊരു പോയിന്റ് ആണ് അല്ലെ. ഫാർമസിയുടെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് വേണ്ട എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഹോസ്പിറ്റലിലുണ്ട്. ഇതാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന അവരുടെ ആശയങ്ങള്, അവരുടെ ശുപാർശകള് പ്രാവർത്തികമാക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ ആർക്കുണ്ട്, ഈ പറയുന്ന ഫാർമസിക്ക് ഉണ്ട്. കമ്മിറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ആ തീരുമാനങ്ങള് ഇംപ്ലിമെന്റ് ചെയ്ത് റെക്കമെൻഡേഷൻസിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആരാണ്, ഫാർമസിയാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കോപ്പറേറ്റ് വിത്ത് ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ
വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഒരുപാട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും എന്തുണ്ടാവണം, ഫാർമസിയുടെ ഒരു കോർഡിനേഷൻ, ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. കാരണം ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളെ പറ്റിയൊക്കെ കൃത്യമായ ധാരണ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളതും ഫാർമസിയുടെ ഒബ്ജക്റ്റീവാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ് പറയുന്നത്? ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ കീപ്പിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് ദ ഹോസ്പിറ്റൽസ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ എന്താണ്, ഹോസ്പിറ്റലിന്റെ പോളിസികൾക്ക് അനുസരിച്ചുകൊണ്ട് ഫാർമസിയുടെ പോളിസി പ്രൊസീജിയറുകളൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യുക അല്ലെ. നമ്മളൊരു ഏതൊരു ഡിപ്പാർട്ട്മെന്റ് എടുത്താലും ആ ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാലും അവർക്ക് അവരുടേതായ ചില പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഇപ്പൊ ഫാർമസി ആയിക്കോട്ടെ, ഡയറ്ററി സർവീസ് ആയിക്കോട്ടെ, ബ്ലഡ് ബാങ്ക് ആയിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും അവർക്ക് അവരുടേതായ ചില പോളിസികളും പ്രൊസീജിയറുകളും ഉണ്ടായിരിക്കും അല്ലെ. പക്ഷെ ഇത്തരം പോളിസികളും പ്രൊസീജിയറുകൾ എപ്പോഴും ഹോസ്പിറ്റലിന്റെ പോളിസികളുമായിട്ട് ഒത്തുപോകുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അല്ലാണ്ട് ഹോസ്പിറ്റലിന്റെ റൂള് ഒന്ന്, ഡിപ്പാർട്ട്മെന്റുകളുടെ റൂള് വേറൊന്ന്, ആ രീതിയിലല്ല. ഹോസ്പിറ്റലിന്റെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പോളിസികൾക്ക് അനുസരിച്ചുകൊണ്ട് ഫാർമസിയുടെ പോളിസികൾ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, അങ്ങനെയുള്ള പോളിസികൾ ക്രിയേറ്റ് ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക, അത് നടപ്പിലാക്കുക. എന്താണ് ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, ഒരു ഫാർമസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്? ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസിന്, അതും പരമാവധി മിനിമം പോസിബിൾ കോസ്റ്റില് പേഷ്യൻസിന് അവൈലബിൾ ആക്കുക അല്ലെ. പിന്നെന്താണ്? ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളെ പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഫാർമസിയുടെ കുറെ കൂടെ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്വാളിറ്റി, സേഫ്റ്റി, എഫിഷ്യൻസി, ആ ഒരു നിലവാരത്തിലോട്ട് നമ്മൾ എന്താണ് ഫാർമസിയുടെ പ്രവർത്തനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. അങ്ങനെ എന്താക്കുക? ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളെ പ്രൊഫഷണലൈസ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്കും നഴ്സസിനും പേഷ്യൻസിനും ഒക്കെ മരുന്നുകളെ പറ്റിയിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ്, അതിന്റെ ടോക്സിക് ഇഫക്റ്റ്, അതിന്റെ മറ്റുള്ള അഡ്വേഴ്സ് ഇഫക്റ്റ് എന്നിവയെ സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുക. അതുപോലെ മരുന്നുകളുടെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് പ്രവർത്തിക്കുക. റിസർച്ച് പ്രോജക്റ്റുകളുടെ ഭാഗമാവുക. പിന്നെന്താണ്? ഫാർമസി ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകളെ നടപ്പിലാക്കുക. ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കുക. ഹോസ്പിറ്റലിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചിട്ടുള്ള പോളിസികൾക്ക് അനുസരിച്ചുകൊണ്ട് അല്ലെ, അതുമായിട്ട് ഒത്തുപോകുന്ന രീതിയിൽ ഫാർമസിയുടെ പോളിസികളും പ്രൊസീജിയറുകളും ഡിസൈൻ ചെയ്യുക, അത് നടപ്പിലാക്കുക. ഇതൊക്കെ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആയ പോയിന്റുകള് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതെന്ന് പറയുന്നുണ്ട്. എന്താണ് തിരിച്ചു പറയുന്നത്? തേർഡ് ആൻഡ് ലാസ്റ്റ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ദ മെഡിക്കൽ സ്റ്റാഫ്, നഴ്സസ് ആൻഡ് ഫോർ പേഷ്യന്റ് ഓൺ ദ യൂസ് ഓഫ് ഡ്രഗ്സ്. അതായത് നമ്മൾ ഈ മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ട്, പിന്നെ അതിന്റെ പോസിബിൾ ആഫ്റ്റർ ഇഫക്റ്റ്, ചില മരുന്നുകൾക്ക് ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇഫക്റ്റുകള്, പിന്നെ അതിന്റെ ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില മരുന്നുകൾ ഓവർഡോസ് ഒക്കെ ആയി പോയി കഴിഞ്ഞാല് അതുമൂലം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള അല്ലെ, പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഫക്റ്റുകൾ ഉണ്ടാകാം അല്ലെ. അതുപോലെ ഹോസ്റ്റൈൽ ഇഫക്ട് എന്നൊക്കെ പറഞ്ഞ ഒരു അർത്ഥം തന്നെയാണ്. അഡ്വേഴ്സ് ആയിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള ചില റിയാക്ഷൻസുകള്, പിന്നെ മരുന്നുകളുടെ ഇന്ററാക്ഷൻ, നമ്മുടെ ശരീരത്തിൽ മരുന്ന് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അപ്പൊ എന്നിവയെ സംബന്ധിച്ചൊക്കെ മെഡിക്കൽ സ്റ്റാഫുകൾക്കും നഴ്സസിനും അതുപോലെ തന്നെ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കാം കേട്ടോ. അതിനെപ്പറ്റി അവർക്ക് അറിവ് കൊടുക്കാം. അങ്ങനെ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കാം. ഇനി ലാസ്റ്റത്തെ പോയിന്റ്, ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയർ ഇൻ കീപ്പിംഗ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് എ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിലെ
ഹോസ്പിറ്റലിന്റേതായ പോളിസികൾ ഉണ്ടാവും അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ പോളിസികൾക്ക് അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഫാർമസിയുടേതായ പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അത് നടപ്പിലാക്കുക. മനസ്സിലായോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് കേട്ടോ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ആണ് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സൗകര്യങ്ങളാണ് കേട്ടോ. ഒരു ഫാർമസിക്ക് ഉണ്ടായിരിക്കേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, ദാറ്റ് മീൻസ് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, അത് കറക്റ്റ് ആണ് കേട്ടോ. എന്തൊക്കെയാന്ന് നോക്കാം. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതൊന്നും കാണാതൊന്നും പഠിക്കണ്ട, നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഫസ്റ്റത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. Located in the first floor or in the ground floor. Underline ചെയ്യാൻ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. ഫാർമസി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. നിങ്ങൾ പല ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കുമ്പോഴും അതിന്റെ ഐഡിയൽ ലൊക്കേഷൻ നിങ്ങളോട് ചോദിക്കും കേട്ടോ. ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ഇന്ന ഡിപ്പാർട്ട്മെന്റ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഫാർമസിയുടെ ലൊക്കേഷൻ എവിടെയാണ്? അതിന് നിങ്ങൾ ബ്ലഡ് ബാങ്ക് പഠിക്കുമ്പോഴും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിക്കുന്നതിന്റെ ലൊക്കേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ ഫാർമസിയുടെ ലൊക്കേഷൻ എവിടെയാണ്? ഒന്നുകിൽ ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും കേട്ടോ, ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. OP pharmacy should have a grand appearance and must have enough space patients who should wait for the medicines. ഇനി ഒരു OP pharmacy, അതായത് ഔട്ട് പേഷ്യൻസിനൊക്കെ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു OP pharmacy എങ്ങനെയായിരിക്കണം? That should have a grand appearance. നല്ലൊരു ഗ്രാൻഡ് അപ്പിയറൻസ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫാർമസി ഷുഡ് ഹാവ് വളരെ എന്താ പറയാ, വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ഓർ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ഉണ്ടായിരിക്കണം അല്ലെ. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫാർമസിക്ക് നല്ലൊരു അപ്പിയറൻസ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വെൽക്കമിങ് ആയിട്ടുള്ള, ആളുകൾ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇന്റീരിയർ ഡിസൈൻ ഒക്കെയുള്ള ആ രീതിയിൽ. ദാറ്റ് മീൻസ് ടു മേക്ക് എ പ്രൊഫഷണൽ എന്താ പറയാ ഇമേജ് അല്ലെ. ഒരു പ്രൊഫഷണൽ അല്ലെ, ഒരു പ്രൊഫഷണൽ ഇമേജ് ഉണ്ടാകുന്ന റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ വളരെ വെൽക്കമിങ് ആയിട്ടുള്ള, വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ആ ഒരു എക്സ്റ്റീരിയർ ആയിരിക്കണം. അതിന്റെ ഒരു ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ആയിരിക്കണം എവിടെ ഉണ്ടായിരിക്കുന്നത്? ഫാർമസിക്ക് ഉണ്ടായിരിക്കേണ്ടത് അല്ലെ. നമ്മളിപ്പോ വരുമ്പോൾ നല്ല ഹോസ്പിറ്റലിലൊക്കെ ഫാർമസി പോയി കഴിഞ്ഞാൽ അല്ലെ നല്ല നീറ്റ് ആയിരിക്കും, നല്ല ക്ലീൻ ആയിരിക്കും അല്ലെ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അല്ലെ. അങ്ങനെ ഒരു അപ്പിയറൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് മസ്റ്റ് ഹാവ് ഇനഫ് സ്പേസ് പേഷ്യൻസ് ഹു ഷുഡ് വെയിറ്റ് ഫോർ മെഡിസിൻസ്. അതുപോലെ തന്നെ OP ഫാർമസി ആണ് അല്ലെ. അതുകൊണ്ട് അവിടെ പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഇനഫ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസും സീറ്റിംഗ് അറേഞ്ച്മെന്റ്സുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. പൊതുവെ എല്ലാ ഫാർമസിയുടെ പ്രത്യേകിച്ച് OP ഫാർമസിയുടെ ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. അത്യാവശ്യം ആളുകൾക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങള്, പിന്നെ അവിടെ മറ്റെന്തെങ്കിലും എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട് അല്ലെ. ഓക്കെ, പിന്നെന്താണ്? OPD's വെയിറ്റിംഗ് റൂം ഷുഡ് ബി എ പ്രൊഫഷണൽ ലുക്ക് അല്ലെ. OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് മീൻസ് ഔട്ട് പേഷ്യന്റ് ഫാർമസി ഡിപ്പാർട്ട്മെന്റിന്റെ വെയിറ്റിംഗ് റൂമിന് ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വളരെ വെൽക്കമിങ് ആയിട്ടുള്ള, വളരെ പ്ലസന്റ് ആയിട്ടുള്ള, ഇംപ്രസീവ് ആയിട്ടുള്ള എക്സ്റ്റീരിയർ ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ ഒരു പ്രൊഫഷണൽ ലുക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇമേജ് അവിടെ കൊടുക്കുന്നുണ്ട്. There should be educative postures on health and hygiene and literature for the reading. അതുകൂടാതെ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഫാർമസിയുടെ ഒക്കെ എന്താണ്, അവിടെ വളരെ എഡ്യൂക്കേറ്റീവ് ആയിട്ട് ഹെൽത്തും ഹൈജീനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പോസ്റ്ററുകൾ ഉണ്ടായിരിക്കണം അല്ലെ. അതുപോലെ അത്യാവശ്യം ആളുകൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ, മെഡിസിൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അവർക്ക് ആ സമയം പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത്യാവശ്യം വായിക്കാനുള്ള എന്തെങ്കിലും ആർട്ടിക്കിൾസോ ലിറ്ററേച്ചറോ അതൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ ഒരു നല്ലൊരു ഫാർമസിക്ക് ഉണ്ടായിരിക്കേണ്ട എന്താണ് ഫെസിലിറ്റീസ് ആണ് കേട്ടോ. നല്ലൊരു ഫാർമസിക്ക് ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ക്ലിയർ? മനസ്സിലായല്ലോ? എന്നാണ് അവിടെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, തേർഡ് പോയിന്റ് എന്താണ്? സ്യൂട്ടബിൾ സ്പേസ് മസ്റ്റ് ബി ഗിവൻ ഫോർ ദ റെഗുലർ മാനുഫാക്ചറിംഗ് ഓഫ് സ്റ്റോക്ക് സൊല്യൂഷൻ, powders, ointments, etc. The manufacturing room should be near the pharmacy. അതായത് suitable space must be given for regular manufacturing of stock solution. എന്താണ് സ്റ്റോക്ക് സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്, ദാറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ദ മെഡിസിൻസ്. നമ്മൾ ഈ പറയുന്ന മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്.
ഓക്കെ, അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുമ്പോൾ ചില മരുന്നുകളൊക്കെ ഒട്ടുമിക്ക മരുന്നുകൾ നമ്മൾ വാങ്ങുകയാണ് ചെയ്യാം. സപ്ലൈസിൽ നിന്ന് നമ്മൾ വാങ്ങും. നിങ്ങൾ ഈ മെഡിക്കൽ പേര് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്ക് സൊല്യൂഷൻ ദാറ്റ് മീൻസ് ചിലത് മാനുഫാക്ചർ ചെയ്യും. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റലിൽ അത് മാനുഫാക്ചർ ചെയ്യും. അപ്പൊ സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ് ടു മേക്ക് ദി മെഡിസിൻസ്. മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്. ഇതിനെയാണ് സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റോക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ പൗഡേഴ്സ്, ഓയിൽമെന്റ്സ് ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിനായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെ, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഫാർമസിയോട് ചേർന്ന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. The manufacturing room should be near the pharmacy. മാനുഫാക്ചറിംഗ് റൂം ഒരുപാട് അകലെ കൊണ്ടാണ് വെക്കേണ്ടത് അല്ല, ഫാർമസിയോട് ചേർന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് എന്താണ്? ഓഫീസ് ഓഫ് ദ ചീഫ് അല്ലെ? ഓഫീസ് ഓഫ് ദ ചീഫ്. ചീഫ് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് അല്ലെ? അദ്ദേഹത്തിനായിട്ടൊരു ഓഫീസ് ഉണ്ടായിരിക്കണം. കാര്യം ചീഫ് ഫാർമസിസ്റ്റ് ആരാണ്? അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ് അല്ലെ? അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? മാനേജസ് ദ എൻറ്റയർ ഫാർമസി അല്ലെ? മുഴുവൻ ഫാർമസിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഇരിക്കാൻ പ്രത്യേകം ഒരു ക്യാബിൻ, ഒരു ഓഫീസ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് ഏരിയ. മരുന്നുകൾ പാക്ക് ചെയ്യാനും ലേബൽ ചെയ്യാനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടായിരിക്കണം. അതുപോലെ കോൾഡ് സ്റ്റോറേജ് ഏരിയ അല്ലെ? അതായത് എല്ലാ മരുന്നുകളും കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അത്തരം മരുന്നുകൾ സ്റ്റോർ ചെയ്യാനുള്ള കോൾഡ് സ്റ്റോറേജ് ഏരിയ, റെഫ്രിജറേറ്റർ സൗകര്യങ്ങളൊക്കെ ഉള്ള കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ഇൻസുലിൻ അല്ലെ, ഹോർമോണുകൾ, ചിലതൊക്കെ നമ്മളിങ്ങനെ കോൾഡ് സ്റ്റോറേജ് ആയിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ആന്റിബയോട്ടിക്സുകൾ, അപ്പൊ ഇതൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെ റിസർച്ച് വിങ് ഉണ്ടായിരിക്കണം. അതായത് ഏതൊരു ഫാർമസിക്കും ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കണം കേട്ടോ. ഒരു കണ്ടക്ടിന് ഇങ്ങനെയുള്ള റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള വില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഫാർമസിയോടൊപ്പം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ പുതിയ പുതിയ മെഡിസിൻസിനെ പറ്റിയൊക്കെ പഠിക്കാനും അതിനെ പറ്റി സ്റ്റഡി ചെയ്യാനും അതിന്റെ ട്രയൽസും മറ്റുമൊക്കെ നോക്കുന്നതിനായിട്ട് ഒരു ഈ പറയുന്ന റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു റിസർച്ച് വിങ് ഫാർമസിക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഫാർമസി സ്റ്റോർ റൂം അല്ലെ? ഫാർമസിയിലെ മെഡിസിൻസുകളെല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്യാനുള്ള സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. പിന്നെ ലൈബ്രറി ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഒരു ഫാർമസിക്ക് എന്തുണ്ടായിരിക്കണം? ഫാർമസി ഷുഡ് ഹാവ് ഇനഫ് റിസോഴ്സസ് അല്ലെ? എല്ലാ രീതിയിലുള്ള റിസോഴ്സസ് ലൈക്ക് ബുക്സ്, ജേർണൽസ്, ആർട്ടിക്കിൾസ്, അങ്ങനെ ഒരു ഫാർമസിക്ക് റെഫർ ചെയ്യാനാണെങ്കിലും മെഡിസിൻസിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിനായാലും ആവശ്യത്തിനുള്ള റിസോഴ്സസ് ലൈക്ക് ബുക്സ്, ജേർണൽ, ആർട്ടിക്കിൾസ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ എന്താ പറയാ അത്തരത്തിലുള്ള സൗകര്യങ്ങള്, ലൈബ്രറി അല്ലെ, സൗകര്യങ്ങള് ഫാർമസിക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് 10ാമത്തെ പോയിന്റ് ഇതാണ്. റേഡിയോ ഐസോടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിംഗ് ഏരിയ. റേഡിയോ ഐസോടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിംഗ് ഏരിയ കേട്ടോ. എന്താണ് ഈ റേഡിയോ ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? റേഡിയോ ഐസോടോപ്സ് നമ്മള് ന്യൂക്ലിയർ മെഡിസിൻ പഠിച്ചില്ലേ ഡിപ്പാർട്ട്മെന്റിനകത്ത്? അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസുകള് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട്, ഇമേജിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? ആ സംഭവം തന്നെയാണ് ഇത് കേട്ടോ, റേഡിയോ ഐസോടോപ്സ് അല്ലെ? അതായത് ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. റേഡിയോ ഐസോടോപ്പ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയേഷൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെ, എലിമിനേറ്റ് ചെയ്യാനായിട്ട് എന്താണ് സാധിക്കുന്ന അത്തരം സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ റേഡിയോ ഐസോടോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഹൈലി അൺസ്റ്റേബിൾ ആണ് ശരിക്കും. റേഡിയോ ഐസോടോപ്പ് എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആണ്, സ്ഥിരതയുള്ള ഒരു സബ്സ്റ്റൻസ് അല്ല റേഡിയോ ഐസോടോപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിപ്പോഴും സ്റ്റേബിൾ ആണെന്നറിയോ? റേഡിയേഷൻസിനെ പുറത്ത് എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അത് സ്റ്റേബിൾ ആയിട്ട് മാറുന്നത്. ഓക്കെ, ബേസിക്കലി റേഡിയോ ഐസോടോപ്പ് എന്താണ്? റേഡിയേഷൻ എലിമിനേറ്റിംഗ് സബ്സ്റ്റൻസസുകളാണ്. അത് ഹൈലി അൺസ്റ്റേബിൾ ആണ്, സ്ഥിരതയില്ലാത്തതാണ്. പക്ഷെ അത് റേഡിയേഷൻസിനെ പുറത്ത് എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അത് കുറേയും കൂടെ സ്റ്റേബിൾ ആയിട്ട് മാറുന്നത്. അപ്പൊ ഇത് പുറത്തു വിടുന്ന റേഡിയേഷൻസ് നമ്മൾ ട്രീറ്റ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മെഡിസിൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ ഒക്കെ അതൊക്കെ പഠിച്ചത്. ഞാൻ പറഞ്ഞില്ലേ Cobalt-60 പോലെയുള്ള റേഡിയോ ഐസോടോപ്സുകളൊക്കെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ
തൈറോയിഡിന്റെ അല്ലെ തൈറോയിഡ് ചികിത്സകൾക്കൊക്കെ നമ്മൾ അയഡിൻ അല്ലെ അയഡിൻ 161 പോലെയുള്ള റേഡിയോ ഐസോട്ടോപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ മെഡിസിൻ ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അർത്ഥം കേട്ടോ. ഓക്കെ, ഇതിലെന്താ പറയുന്നത്? റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ. മറ്റുള്ള മരുന്നുകൾ പോലെയല്ല, റേഡിയോ ഐസോട്ടോപ്പുകൾ പ്രത്യേകമായിട്ട് സ്റ്റോർ ചെയ്യാനും ഡിസ്പെൻസിങ് ഏരിയയും അവിടെ ഉണ്ടായിരിക്കണം. അപ്പോ എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഡെഫിനിഷൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. An unsteady form of a chemical element that releases radiation since it breaks down and becomes more stable. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയോ ഐസോട്ടോപ്പ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. An unsteady form of a chemical element, ഒരു കെമിക്കൽ എലമെന്റിന്റെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോം ആണ്. ഞാൻ പറഞ്ഞല്ലോ ഹൈലി അൺസ്റ്റേബിൾ ആണ്. That releases radiation, അത് റേഡിയേഷൻസിനെ റിലീസ് ചെയ്യുന്നു. ഇങ്ങനെ since it breaks down, അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് അത് റേഡിയേഷൻസിനെ റേഡിയേഷനെ എലിമിനേറ്റ് ചെയ്യുന്നു അല്ലെ. Then it becomes more stable. അങ്ങനെയാണ് ഇത് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് മാറുന്നത്. That's called radioisotopes. Okay, അപ്പൊ in medicine they are used in imaging test and in treatment. നമുക്കറിയാം നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ പറഞ്ഞ കാര്യമാണ് അല്ലെ. ഇമേജിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സ്പെക്ട്, പെറ്റ് സ്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അത് ഇമേജിംഗ് ടെസ്റ്റിന് മാത്രമല്ല, തൈറോയിഡ്, ക്യാൻസർ പോലെയുള്ള ചികിത്സകൾക്കൊക്കെ നമ്മൾ റേഡിയോ ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കൂ, all റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് should be in store in a secure or when they are not in use. അപ്പോ നമ്മൾ ഇങ്ങനെയുള്ള റേഡിയോ ഐസോട്ടോപ്പുകൾ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് വളരെ സെക്യൂർഡ് ആയിട്ട് വേണം നമ്മൾ അതിന് സൂക്ഷിക്കാനായിട്ട്. കാരണം അത്രയും സെൻസിറ്റീവ് ആണ് സംഭവം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്ന പോലെയല്ല അത് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കാത്ത പക്ഷം അത് വളരെയധികം സെക്യൂർഡ് ആയിട്ട് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, if they are stored in laboratory, the lab must be locked when they are not in use. നമ്മളിപ്പോ ഇത്തരം റേഡിയോ ഐസോട്ടോപ്സുകള് ലാബിലാണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ ആ ലാബ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? ലോക്ക് ചെയ്ത് വെക്കണം അല്ലെ. സൂക്ഷിക്കുന്ന ഭാഗങ്ങൾ ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ നല്ലപോലെ ലോക്ക് ചെയ്ത് വളരെയധികം സെക്യൂർഡ് ആയിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, if the isotope is stored in refrigerator or freezers in a lab or hardware, the refrigerator or freezer must be locked. Okay, നമ്മളൊരു ഫ്രീസറിലോ റെഫ്രിജറേറ്ററിലോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് വേണം ഉപയോഗിക്കാൻ. കാരണം അത്രയും ശ്രദ്ധിക്കണം കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ? അപ്പൊ അതില് ഇമ്പോർട്ടന്റ് പോയിന്റുകൾ ഇതൊക്കെയാണ് കേട്ടോ. ഫാർമസിയുടെ ഐഡിയൽ ലൊക്കേഷൻ ഒക്കെ നിങ്ങളോട് ചോദിക്കാം. ഒന്ന് വായിച്ചു നോക്കി, അത്രയും പോയിന്റുകൾ ഒന്ന് വായിച്ചേ. അയച്ചു നോക്കിയില്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? കുറച്ചും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അതിന് ഇൻഫ്രാസ്ട്രക്ചറില് അടുത്തത് എക്യുപ്മെന്റ്സ് ആണ് കേട്ടോ. എക്യുപ്മെന്റ്സ്. ഓക്കെ, the equipments needed in the hospital pharmacy consist of. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടായിരിക്കേണ്ട എക്യുപ്മെന്റ്സുകള് മറ്റു പല സൗകര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്തൊക്കെ ഫെസിലിറ്റികളാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്? ഒന്ന് നോക്കിയേ, പ്രിസ്ക്രിപ്ഷൻ കേസ്. പ്രിസ്ക്രിപ്ഷൻ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു കേസ് മീൻസ് ഒരു ബോക്സ് പോലെ, ഒരു ട്രേ പോലെ ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഫാർമസിയിൽ പോകുമ്പോൾ നമ്മള് പ്രിസ്ക്രിപ്ഷൻസ് അവര് വെക്കുന്നത് ഒരു ട്രേ പോലെ അല്ലെ. പ്രിസ്ക്രിപ്ഷൻ കേസ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. അതുണ്ടായിരിക്കണം. പിന്നെന്താണ്? ഡ്രഗ് സ്റ്റോക്ക് കബേർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ് കേട്ടോ. അതുപോലെ ഡ്രഗ്സ്, മരുന്നുകളൊക്കെ സ്റ്റോക്ക് ചെയ്യാനുള്ള കബേർഡുകളിൽ പ്രോപ്പർ ആയിട്ടുള്ള ഷെൽഫുകളും
ഡ്രോയറുകളും ഒക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഷെൽഫുകൾ ഉണ്ടാവണം, ഡ്രോയറുകൾ ഉണ്ടായിരിക്കണം. പല ടൈപ്പ് ഓഫ് മരുന്നുകൾ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള അത്തരം ഷെൽഫും ഡ്രോയറും കബേർഡുകളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ് വിത്ത് കബേർഡ് സ്പേസ് ഉണ്ടോ. ഇതാണ് സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ് വിത്ത് കബേർഡ് സ്പേസ്. സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ് നിങ്ങള് മറ്റേ എന്താ പറയാ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമ്മള് ബില്ല് ചെയ്യാൻ നിൽക്കില്ലേ, ബില്ല് ചെയ്യാൻ നിൽക്കുമ്പോ അവരുടെ ക്യാബിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സെക്ഷണൽ ക്യാബിനറ്റ്സ് ആണ്, കണ്ടിട്ടില്ലേ? ₹1 കോയിൻ, ₹2 കോയിൻ, ₹5 കോയിൻ ഒക്കെ ഇങ്ങനെ ഓരോരോ എന്താണ് സെപ്പറേറ്റ് സെക്ഷൻ ആക്കി വെച്ചത് കണ്ടിട്ടില്ലേ നിങ്ങള്? അതിനെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പിന്നെ നോട്ടുകൾ മാത്രമായിട്ട് അവർ വെച്ചത് കണ്ടിട്ടില്ലേ? ഇപ്പൊ ₹1 കോയിൻ കൊടുക്കാനും 2ന്റെയും 5ന്റെയും ഒക്കെ കൊടുക്കാനും എളുപ്പമാണ്. അപ്പൊ എന്താണ്, സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെയുള്ള ആ രീതിയിലുള്ള സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്, കബേർഡുകൾ ഒക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ എന്താണ്, വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. വർക്ക് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്നവർക്ക് മരുന്നുകൾ എടുത്തു വെക്കാനും ഒക്കെ ഉള്ളൊരു വർക്ക് ടേബിളും അതുപോലെ തന്നെ ഡിസ്പെൻസിങ്ങിനായിട്ടുള്ള കൗണ്ടറുകളൊക്കെ ഉണ്ടായിരിക്കണം അല്ലെ. ഇതൊക്കെ നമ്മൾ ഒരു ഫാർമസി കാണുമ്പോൾ നമുക്ക് അറിയാലോ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. പിന്നെന്താണ്, സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. സിങ്ക് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും അവർക്ക് കൈ വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ ഇടിക്കുകയോ പൊടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വാഷ് ചെയ്യാനും മറ്റുള്ള യൂട്ടൻസിൽസ് ഒക്കെ വാഷ് ചെയ്യുന്നതിനും മറ്റുമായിട്ട് സിങ്ക് അല്ലെ, സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. പിന്നെന്താണ്, ക്യാബിനറ്റ് ടു സ്റ്റോർ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ്. ക്യാബിനറ്റ് ടു സ്റ്റോർ ദ മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ്. മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് എന്ന് പറയുമ്പോൾ നമ്മള് ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് ചതയ്ക്കാനായിട്ടൊക്കെ എടുക്കുന്ന ഒരു സംഭവമില്ലേ, ആ കുഞ്ഞ്, അതിനെയാണ് മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോ ഫാർമസിയില് ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമുക്ക് പൊടിക്കാനുണ്ടാവാം, ചിലപ്പോൾ സൊല്യൂഷൻ ആക്കാനും ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മോർട്ടാർ, പെസ്റ്റിൽസ് അതൊക്കെ സൂക്ഷിക്കാനുള്ള പ്രത്യേകം ക്യാബിനറ്റുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായില്ലേ മോർട്ടാർ പെസ്റ്റിൽസ് എന്താന്നുള്ളത്? ആദ്യമായിട്ടാണ് നോക്കിയിരിക്കുന്നത്, ഒന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, നമ്മുടെ വീട്ടിനുള്ളിലേക്ക് ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന പണ്ട് മെഡിമിക്സ് എന്ന് പറഞ്ഞൊരു സോപ്പ് ഉണ്ടായിരുന്നു, പരസ്യത്തിലുണ്ടായിരുന്ന സംഭവം. ഓക്കെ, മോർട്ടാർ ആൻഡ് പെസ്റ്റിൽസ്. പിന്നെന്താണ്, കവേർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽസ് ആൻഡ് ബീക്കേഴ്സ്. ഓക്കെ, അതായത് ഫാർമസിയിൽ പറയുന്ന ഗ്ലാസ് യൂട്ടൻസിൽസ് ഉണ്ടാവും, ഫണൽ ഉണ്ടാവും, ബീക്കർ ഉണ്ടായിരിക്കും, ഫ്ലാസ്ക് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഗ്ലാസ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അത് വളരെ സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കവേർഡ്സുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ റെഫ്രിജറേറ്റേഴ്സ് ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി, നമ്മൾ എപ്പോ പറഞ്ഞില്ലേ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ റെഫ്രിജറേറ്റേഴ്സ് ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി, ഫ്രിഡ്ജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. ഇപ്പൊ നമ്മള് റേഡിയോ ഐസോടോപ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണെന്ത്, നാർക്കോട്ടിക് ഡ്രഗ്സ് കേട്ടോ. നാർക്കോട്ടിക് സേഫ് കേട്ടോ. നാർക്കോട്ടിക്സ് ആണെങ്കിൽ നമ്മൾ ഈ ഫെറ്റിലിൻ, ഹെറോയിൻ, അങ്ങനെയൊക്കെയുള്ള ഹെറോയിൻ കേട്ടോ, അതില്ലേ എന്താണ് മോർഫിൻ, മോർഫിൻ, പിന്നെ ഫെറ്റിലിൻ, ബാർബിറ്റ്യൂറേറ്റ്സ് എന്നൊക്കെ പറയുന്ന നാർക്കോട്ടിക് ഡ്രഗ്സുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡ്രഗ്സുകളൊക്കെ സൂക്ഷിക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ലോക്ക്ഡ് ആയിട്ടുള്ള ഡ്രോയറുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. ടെലിഫോൺ സൗകര്യങ്ങൾ, അത്യാവശ്യം അവരുടെ ഫയലുകളും മറ്റും സൂക്ഷിക്കാനുള്ള ഫയൽ ക്യാബിനറ്റ്. ദെൻ ഡിസ്പെൻസിങ് വിൻഡോ ഫോർ ദ നഴ്സസ് എന്നാണ് കേട്ടോ, ഇവിടെ നഴ്സസ് എന്നാണ്. ഡിസ്പെൻസിങ് വിൻഡോ ഫോർ ദ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് വാർഡിലേക്കുള്ള മരുന്നുകൾ കൊടുക്കുന്നതിനും പിന്നെ അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഔട്ട് പേഷ്യൻസിനൊക്കെ ആയിട്ട് മരുന്നുകൾ കൊടുക്കാനുള്ള പ്രത്യേകം ഡിസ്പെൻസിങ് വിൻഡോസ് അവിടെ ഉണ്ടാവണം. ഔട്ട് പേഷ്യൻസിനും ഇൻപേഷ്യൻസിനും ഒരേ ഏരിയയിലൂടെ എന്താണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്. ഔട്ട് പേഷ്യൻസിനായിട്ട് പ്രത്യേകം ഡിസ്പെൻസിങ് വിൻഡോ. നഴ്സ് വാർഡിലുള്ള പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, ഇൻപേഷ്യൻസ്, അവർക്കായിട്ട് മരുന്നുകൾ സപ്ലൈ ചെയ്യാനുള്ള ഡിസ്പെൻസിങ് വിൻഡോ സൗകര്യങ്ങളൊക്കെ ഒരു ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? വായിച്ചു നോക്കൂ കേട്ടോ.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഫാർമസി, അതിന്റെ ഫങ്ഷൻസ്, പിന്നെ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഒരു ഫാർമസിക്ക് ഉണ്ടായിരിക്കേണ്ട ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇൻഫ്രാസ്ട്രക്ചർ പഠിക്കുമ്പോൾ ഐഡിയൽ ലൊക്കേഷൻ ഓർക്കുക കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ ഓർ ഗ്രൗണ്ട് ഫ്ലോർ. അതുപോലെ എന്താണ് റേഡിയോ ഐസോടോപ്പ്, അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇവിടത്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. അതിലൊന്നാമത്തെയാണ് സ്റ്റാഫിങ്. ഓക്കെ, സ്റ്റാഫിങ് കേട്ടോ. അതായത് ഒരു ഫാർമസിയുടെ സ്റ്റാഫിങ് ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക. There should be drug and therapeutic committee for the advice and decision making. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഫാർമസിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവർക്ക് വേണ്ട അഡ്വൈസറി സർവീസസ് ഒക്കെ കൊടുക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ആ കമ്മിറ്റി ഏതാണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അതിലൊരു കമ്മിറ്റി ഹോസ്പിറ്റലിലുണ്ട്. ആ കമ്മിറ്റിയാണ് ഫാർമസിയുടെ എന്താ പറയാ സേവനങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ഫാർമസി എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതിയിലാണ് അവിടെ മുന്നോട്ട് പോകേണ്ടത്, അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതും അവർക്ക് വേണ്ട എല്ലാ ഉപദേശ സേവനങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഒരു കമ്മിറ്റിയാണ്. അങ്ങനെ ഒരു കമ്മിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ആ കമ്മിറ്റിയെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്? ഫാർമസിസ്റ്റ് ആണ്. ഫാർമസിസ്റ്റുകൾ ആവശ്യമുണ്ട് അല്ലെ. അതാണ് അവിടുത്തെ സ്റ്റാഫിംഗിൽ വരുന്നത്. സോ നോക്കിയേ, ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഫാർമസിസ്റ്റ് റിക്വയർമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ബെഡ് സ്ട്രെങ്ത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കാണുന്നത്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് the number of pharmacists required in a hospital depends on the bed strength. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. The number of pharmacists required in a hospital depends on the bed strength. ഒരു ഹോസ്പിറ്റൽ ഫാർമസിക്ക് വേണ്ട ഫാർമസിസ്റ്റുകളുടെ എണ്ണം, റിക്വയർമെന്റ് നമ്മൾ എന്തിനനുസരിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്? അവിടുത്തെ ബെഡ് സ്ട്രെങ്തിനനുസരിച്ച് കൊണ്ടാണ്. മനസ്സിലായോ? ചോദിക്കാറുണ്ട് കേട്ടോ. നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഡിപെൻഡ്സ് ഓൺ ദ ബെഡ് സ്ട്രെങ്ത് ഓഫ് ദി ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിന്റെ ബെഡ് സ്ട്രെങ്തിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ അവിടുത്തെ ഫാർമസിസ്റ്റുകളെ എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. ഇപ്പൊ നിങ്ങള് ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിച്ച സമയത്ത് സ്മോൾ ഹോസ്പിറ്റല്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റല് അല്ലെ, ലാർജ് ഹോസ്പിറ്റൽ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ്? ബെഡിന്റെ അല്ലെ, ബെഡ് സ്ട്രെങ്തിനനുസരിച്ചിട്ടല്ലേ പറയുന്നത്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നിങ്ങളോട് ചോദിക്കും, ഇത്ര ബെഡ് സ്ട്രെങ്ത് വരെയുള്ള ഹോസ്പിറ്റലിന് എത്ര ഫാർമസിസ്റ്റ്. തിരിച്ചും ചോദിക്കാം, ഫാർമസിസ്റ്റിന്റെ എണ്ണം തന്നിട്ട് ഇത് എത്ര ബെഡ് സ്ട്രെങ്ത് ഉള്ള ഹോസ്പിറ്റലിലേക്കാണ്, ആ രീതിയിലും ചോദിക്കാം. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാല് നിങ്ങൾ അത് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് വായിക്കാം. ഒന്ന്, ബെഡ് സ്ട്രെങ്ത്, നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ്. ഓക്കെ, അപ്പൊ നോക്കിയേ, അപ് ടു 50 ബെഡ്സ്, അപ് ടു 50, 50 ബെഡുകൾ വരെ. 50 ബെഡുകൾ എന്നൊക്കെ പറയുന്നത് ചെറിയ ഹോസ്പിറ്റലാണ് കേട്ടോ. സ്മോൾ ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ടായിരിക്കേണ്ട ഫാർമസിസ്റ്റുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ് കേട്ടോ. അപ് ടു 50 ബെഡ്സ് 3 ആണ്. അടുത്തത് നോക്കിയേ, അപ് ടു 100 ബെഡ്സ്. 100 ബെഡ്സ് ആണെങ്കിൽ എത്രയാണെന്നറിയോ? 5 ആണ് കേട്ടോ. എത്രയാണ്? 5. ഓക്കെ, ഇത് തന്നെ പഠിച്ചു പോകാൻ പറ്റുമെങ്കിൽ പഠിച്ചു പോവാം കേട്ടോ. അപ് ടു 50 ബെഡ്സ് ആണെങ്കിൽ 3 ആണ്. പിന്നെ അതിന്റെ ഇരട്ടി അപ് ടു 100 ബെഡ്സ് ആണെങ്കിൽ 3 എന്നുള്ളത് 5 ഫാർമസിസ്റ്റുകൾ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. 5. ഓക്കെ, then അപ് ടു 200 ബെഡ്സ് ആണെങ്കിൽ 8 ആണ്. അപ് ടു 200 ബെഡ്സ് ആണെങ്കിൽ 8 ആണ് കേട്ടോ. 8 ആണ്. അപ് ടു 300 ബെഡ്സ് ആണെങ്കിൽ 10. അപ് ടു 500 ബെഡ്സ് 15. കേട്ടോ, മനസ്സിലായോ? അപ്പൊ എത്ര ഫാർമസിസ്റ്റുകളാണെന്നുള്ളത് ഈ ടേബിള് പഠിച്ച് മനസ്സിലാക്കി. വായിച്ചു നോക്കിയ ടേബിള്. ചിലപ്പോ ഫാർമസിസ്റ്റിന്റെ എണ്ണം തന്നിട്ട് എത്ര ബെഡ് സ്ട്രെങ്ത് ഉള്ളതിനാണെന്ന് ചോദിക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചൊന്ന് ചോദിക്കാം. 50 ബെഡുകൾ വരെയാണെങ്കിൽ 30, സോറി 3, പിന്നെ 100 ആണെങ്കിൽ 5, ഓക്കെ, 200 ആണെങ്കിൽ 8, 300 ആണെങ്കിൽ 10, അതുപോലെ 500 വരെയൊക്കെ ആണെങ്കിൽ 15 ഫാർമസിസ്റ്റുകളെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ബെഡുകളുടെ എണ്ണം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? അവിടെ അത്രയും പേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ അത്രയും പേഷ്യൻസ് ഉണ്ടാകുമ്പോ എന്താണ്? ഫാർമസിസ്റ്റുകൾ മരുന്നുകളുടെ വിതരണത്തിനും മറ്റുമായിട്ട് കൂടുതൽ ഫാർമസിസ്റ്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ബെഡിന്റെ സ്ട്രെങ്ത് കൂടാന്ന് പറയുമ്പോൾ കൂടുതൽ പേഷ്യൻസ് വരുന്ന ഒരു ഹോസ്പിറ്റൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ ഫാർമസിയുടെ സേവനങ്ങൾ കൊടുക്കാനായിട്ട് കുറച്ചധികം ഫാർമസിസ്റ്റുകളുടെ റിക്വയർമെന്റ് വേണ്ടി വരും. ഓക്കെ,
ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്, ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ. ഫ്ലോ ചാർട്ട് ഫോർ ദ റിക്വയർമെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് കേട്ടോ. ഒരു ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റുകളുടെ റിക്വയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഫ്ലോ ചാർട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഈ ചാർട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പൊ നോക്കി, ഫ്ലോ ചാർട്ടിൽ ഫസ്റ്റ് നോക്കി ആരാണ്? ഡയറക്ടർ ആണ്. ഏറ്റവും ടോപ്പിൽ വരുന്നത് ആരാണ്? ഡയറക്ടർ ഓഫ് ഫാർമസി ആണ് കേട്ടോ. ഫാർമസിയുടെ ഡയറക്ടർ ആണ്. ഡയറക്ടർ ഓഫ് ഫാർമസി എന്ന് പറയുമ്പോൾ ആ ഒരു ഫാർമസിനെ മുന്നോട്ട് നയിക്കുകയും ആ ഫാർമസിക്ക് വേണ്ട പോളിസികളും പ്രൊസീജിയറുകളും എല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യുന്നതും ഡയറക്ടർ ആയിരിക്കും, ഡയറക്ടർ ഓഫ് ഫാർമസി. ഓക്കെ, ഇനി തൊട്ട് താഴെ ആരാണ് നോക്കിയേ? സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ് കേട്ടോ. ഓക്കെ, രണ്ടും ഒന്നാണ്. സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് അഥവാ ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സീനിയർ ഫാർമസിസ്റ്റ് ആണ് അല്ലെ. എന്താണ് അധികം എന്ത് ചെയ്യുന്നു? റെസ്പോൺസിബിൾ ഫോർ ദ എൻറ്റയർ മാനേജ്മെന്റ് അല്ലെ. അതെ, ആ ഒരു ഫാർമസിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസും ആ ഫാർമസിയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്തു പോകുന്ന ഫാർമസിസ്റ്റ് ആണ് ആര്? ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് പറയുന്നത്? എംഫാം ആണ് കേട്ടോ. ഇതാണ് എംഫാം. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരികയാണ്. എംഫാം ആണ്, മാസ്റ്റർ ഓഫ് ഫാർമസി ആണ് കേട്ടോ. മാസ്റ്റർ ഓഫ് ഫാർമസി. ഓക്കെ ഓക്കെ, ദെൻ ഈ ചീഫ് ഫാർമസിസ്റ്റിന്റെ കീഴിലായിട്ട് 4 വിഭാഗം ഫാർമസിസ്റ്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നോക്കിയേ, ഫാർമസിസ്റ്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്, ഡിഫാം ആണ് യോഗ്യത. പലതരത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽ കോഴ്സസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡിഫാം, ബാച്ചുലർ ഓഫ് ഫാർമസി, അതിന്റെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ എംഫാം, മാസ്റ്റർ ഓഫ് ഫാർമസി. അതുപോലെ തന്നെ ഡിഫാം ഉണ്ട്, ഡിഫാം ഡിപ്ലോമ ഇൻ ഫാർമസി, ഡിപ്ലോമ. പിന്നെ ഫാം ഡി ഉണ്ട് കേട്ടോ. ഫാം ഡി വേറെയാണ്, അത് ഡോക്ടർ ഓഫ് ഫാർമസി ആണ്. ഏറ്റവും ടോപ്പ് ക്വാളിഫിക്കേഷൻ ആണ് ഫാം ഡി. ഡോക്ടർ ഓഫ് ഫാർമസി എന്ന് പറയുന്നത് എന്താണ്? PhD ആണ് കേട്ടോ. ഫാർമസിയിലൊക്കെ PhD ഒക്കെ ഉള്ള ആ ഒരു ഇതാണ്. അങ്ങനെ ഡിഫാമും ഫാം ഡിയും വ്യത്യാസമുണ്ട് കേട്ടോ. ഡിഫാം ഡിപ്ലോമ ഇൻ ഫാർമസി ആണ്, ഫാം ഡി ഡോക്ടർ ഓഫ് ഫാർമസി ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഡിഫാം ഉണ്ട്, എംഫാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ ഇതാവുന്നത് കേട്ടോ, അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം, ഫാർമസിസ്റ്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കായിട്ടുള്ള ഫാർമസിസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താ പറയുന്നത്? ഡിഫാം ആണ് കേട്ടോ. ബാച്ചുലർ ഓഫ് ഫാർമസി, ഡിഫാം. ഓക്കെ, ദെൻ ഫാർമസിസ്റ്റ് ഇൻ മെഡിക്കൽ സ്റ്റോർ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാർമസിസ്റ്റ്. അവരുടെ ക്വാളിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ ഒന്നെങ്കിൽ ഡിഫാം അല്ലെങ്കിൽ ഡിഫാം ആയിരിക്കും കേട്ടോ. ഡിഫാം ഓർ ഡിഫാം ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, അടുത്തത് 2 ഫാർമസിസ്റ്റ്, ഡിഫാം ഓർ ഡിഫാം ബ്രാക്കറ്റില് ഡിസ്പെൻസ് ചെയ്യാനായിട്ട്, മരുന്നുകളെ വിതരണം ചെയ്യാനായിട്ട് 2 ഫാർമസിസ്റ്റുകള് ഡിഫാം അല്ലെങ്കിൽ ഡിഫാം ആണ് യോഗ്യത. ലാസ്റ്റ് വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ആണ്. ഫോർ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഫാർമസിസ്റ്റ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എംഫാം ആയിരിക്കും കേട്ടോ. ഇതായിരിക്കും എംഫാം ആയിരിക്കും, മാസ്റ്റർ ഓഫ് ഫാർമസി. കിട്ടിയോ നിങ്ങൾക്ക്? ഫ്ലോ ചാർട്ട് മനസ്സിലാക്കിയില്ലേ? ഏതൊക്കെയാണ്? ടോപ്പിൽ ആരാണ്? ഡയറക്ടർ അല്ലെ. തൊട്ടിലാണ് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താ നമ്മൾ പറഞ്ഞത്? എംഫാം അല്ലെ. അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് ഫാർമസിസ്റ്റ് ഫോർ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്, ഡിഫാം ആണ് യോഗ്യത. അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ഇൻ മെഡിക്കൽ സ്റ്റോർ, പിന്നെ 2 ഫാർമസിസ്റ്റ് ഫോർ ഡിസ്പെൻസിംഗ്, ഡിഫാം അല്ലെങ്കിൽ ഡിഫാം ആണ്. ലാസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഫോർ ക്വാളിറ്റി കൺട്രോൾ. ഇനി നിങ്ങൾക്ക് ചിലപ്പോ ഒരു സംശയം തോന്നാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡിസ്പെൻസിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടും ഒന്നല്ലേ എന്ന് തോന്നാം നിങ്ങൾക്ക്. ഡിസ്പെൻസ് ചെയ്യാന്ന് വെച്ചാൽ മരുന്ന് വിതരണം ചെയ്യാം, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. പക്ഷെ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് ഡെലിവേർഡ് ടു ദ എൻറ്റയർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള മരുന്നുകളുടെ വിതരണം നടത്തുന്നതാണ് എന്ത്? അതാണ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ രോഗികൾക്കല്ല അവിടെ കൊടുക്കുന്നത്. ഒരു ഹോസ്പിറ്റലിലെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ വിതരണം ഉറപ്പുവരുത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്.
അപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ മെഡിസിൻസ് ആണല്ലോ നെഫ്രോളജിയിലോട്ട് ആവശ്യമുള്ളത്. നെഫ്രോളജിക്ക് ആവശ്യമുള്ള മരുന്നുകളാണോ പൾമണോളജി ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമുള്ളത്? വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നോ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ വിതരണം ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി മൂന്നാമത് പറയുന്നത് എന്താണ്? ഡിസ്പെൻസിംഗ് ആണ്. അതെന്താണ്? ഇത് ഈ പറയുന്ന പോലെ എന്താണ്? ഡെലിവറി ഓഫ് ഡ്രഗ്സ് ടു ദ പേഷ്യൻസ് ആണ്. പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കില്ലേ? നേരിട്ട് നമ്മള് പേഷ്യൻസിന് ഡിസ്പെൻസ് ചെയ്യുന്നത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന് രണ്ട് ഫാർമസിസ്റ്റുകള്. ഇത് ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ വിതരണം നടത്തുന്ന ഫാർമസിസ്റ്റുകളാണ് കേട്ടോ. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടതെന്ന് അറിയോ? ക്വസ്റ്റ്യൻ എങ്ങനെ പ്രതീക്ഷിക്കുന്നത് വെച്ചാല് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഫ്ലോ ചാർട്ട് തന്നിട്ട് അത് ഷഫിൾ ചെയ്ത് തരാം, എന്നിട്ട് അത് കറക്റ്റ് ഓർഡറിലാക്കാൻ പറയാം. ചാൻസ് കുറവാണ്, എങ്കിലും അങ്ങനെ പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് ചാൻസ് ക്വാളിഫിക്കേഷൻ വേണം ചോദിക്കാം. ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇതിൽ ഏറ്റവും ഹൈ ക്വാളിഫിക്കേഷൻ തന്നിരിക്കുന്നത് ഈ പറയുന്ന ചീഫ് ഫാർമസിസ്റ്റിനും അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ഫാർമസിസ്റ്റ് ആണ്. ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും കുറച്ച് ഹൈ ക്വാളിഫിക്കേഷൻ ഉണ്ടാകുന്നത് എംഫാം ആണ്. അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അതായത് മരുന്നുകളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക അല്ലെ? അപ്പൊ അതിനും അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആണ്. ഇതിന്റെ യോഗ്യത എംഫാം ആണ് കേട്ടോ. ബാക്കിയുള്ളവർക്ക് ബി ഫാം അല്ലെങ്കിൽ ഡിഗ് ഫാം യോഗ്യതയാണ് പറയുന്നത്. അത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഇതാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നമ്മൾ പറഞ്ഞല്ലോ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ അല്ലെ? ഫാർമസിയുടെ പ്രവർത്തനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കമ്മിറ്റി ഉണ്ട് അല്ലെ? കമ്മിറ്റിയുടെ പേര് എന്താണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഇമ്പോർട്ടന്റ് ആണ്. ആ കമ്മിറ്റിയുടെ അംഗങ്ങൾ ആരൊക്കെയാണ്? സ്റ്റാഫിങ്ങിനെ പറ്റിയിട്ട് മനസ്സിലായോ? ഫാർമസിസ്റ്റുകളുടെ റിക്വയർമെന്റ് ഏത് രീതിയിലാണ്? ആ ഒരു കാര്യങ്ങൾ മനസ്സിലായി. ഇന്നത്തെ കമ്മിറ്റി കൂടെ ഒന്ന് പഠിക്കാനുണ്ട് കേട്ടോ. ഏതൊരു കമ്മിറ്റി പഠിക്കുന്നത്? ഇപ്പൊ ഞാൻ ഫാർമസിയുടെ മാത്രമല്ല പറയുന്നുണ്ട്, നമ്മൾ ഏത് ചാപ്റ്ററിലും കമ്മിറ്റികൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ ചെയർമാൻ ആരാണ്, അതിന്റെ സെക്രട്ടറി ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇപ്പൊ ഫാർമസിയുടെ മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും മറ്റ് പല ചാപ്റ്ററുകളൊക്കെ പഠിക്കുന്നതിനൊക്കെ ഒരു കമ്മിറ്റികൾ വരുമല്ലോ. അപ്പൊ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ, സെക്രട്ടറി അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ നോക്കാം, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അഥവാ DTC എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ചുരുക്കി പറയുന്നതാണ്. അപ്പൊ നോക്കൂ, ചെയർമാൻ ആരാണ്? ഏതൊരു കമ്മിറ്റി എടുത്താൽ കമ്മിറ്റിക്ക് ഒരു ചെയർമാൻ ഉണ്ടാവും, ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും അല്ലെ? ചെയർമാൻ ആരാണെന്ന് അറിയോ? മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ് കേട്ടോ. ആരാണ്? മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ് ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മെഡിക്കൽ സൂപ്രണ്ടന്റ്. ഓക്കെ, അടുത്തത് മെമ്പർ. മെമ്പർ എന്ന് പറയുമ്പോൾ അതിന് അംഗങ്ങൾ എന്നുള്ള അർത്ഥമുള്ളൂ കേട്ടോ. ആരൊക്കെ നോക്കിയേ? ഓൾ HODs. HOD ആരാണ്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ? ആ ഹോസ്പിറ്റലില് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അതിന്റെ ഹെഡുകൾ എല്ലാവരും തന്നെ ഈ കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. ഓൾ HODs, എത്ര ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം ഹെഡുകൾ ഈ പറയുന്ന കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്രണ്ടും ഇതിലെ മെമ്പർ ആയിരിക്കും. ഇനി സെക്രട്ടറി, ഇത് നോട്ട് ചെയ്യാം കേട്ടോ. ആരാണ് മെമ്പർ സെക്രട്ടറി എന്ന് അറിയാമോ? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ്. കിട്ടിയോ? അപ്പൊ ചെയർമാൻ ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആരാണ്? മെഡിക്കൽ സൂപ്രണ്ട്. സെക്രട്ടറി ഓഫ് ദ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ചീഫ് ഫാർമസിസ്റ്റ്. അത് പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. അതിന്റെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഓർക്കാനോ? എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും HOD മെമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്രണ്ടും അതിന്റെ മെമ്പർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? എനിക്കായിരിക്കും ബോറടി തോന്നുന്നത് അല്ലെ? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ബോറടി തോന്നുന്നത്. ഓക്കെ, ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ബോറടി തോന്നുകയാണെങ്കിൽ പറയുന്നു കേട്ടോ. എന്തെങ്കിലും സംസാരിച്ചിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ,
പിന്നെ പ്രത്യേകിച്ച് ഉച്ച നേരൊക്കെ ആവുമ്പോൾ ചിലപ്പോ ഉറക്കൊക്കെ വരും അല്ലെ? ഭക്ഷണമൊക്കെ കഴിയുമ്പോ ചിലപ്പോ ഉറക്കം വരില്ലേ? സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അങ്ങനെയല്ലേ, നല്ലോണം ഉറക്കം വരില്ല ആ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ക്ലാസ്സുകള് ഇങ്ങനെയായിരിക്കും. നമ്മൾ ക്ലാസ്സിൽ കയറുമ്പോൾ ഫസ്റ്റ് നോൾവേറ്റ് കൊടുക്കണം എന്നുള്ളത് ഒരു റൂളാണത്. അൺമ്യൂട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ ക്ലാസ് എടുത്ത് അങ്ങനെ പോകണം. ലാസ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ മാത്രമാണ് നമ്മളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പോകുന്നത്. പിന്നെ മറ്റുള്ള ദിവസം മോണ്ടിസോറി പോലുള്ള ദിവസമൊക്കെ അവിടെ കൊടുക്കണം. അവിടെയൊക്കെ പിന്നെ അൺമ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ ഫുൾ ടൈം ഇന്ററാക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഈ ഒരു കോഴ്സിനൊക്കെ നമ്മൾ അൺമ്യൂട്ട് ചെയ്ത് അങ്ങനെ റേഡിയോ പോലെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ലാസ്റ്റ് നമ്മൾ ഇവിടെ അധികം കണക്ഷൻ വരാനുള്ള ചാൻസ് അവിടെ കുറവാണ്. ഓക്കെ, എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഒരു കണക്ഷൻ ഒക്കെ വരും അല്ലേ, വിചാരിക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ് കേട്ടോ. ഫങ്ഷൻസ് ഇനി നമ്മൾ പഠിക്കുന്നത് ഫാർമസിയുടെ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്ന ഫങ്ഷൻ ഏതാണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് ഫങ്ഷൻസ് നോക്കി ഓരോ പോയിന്റുകൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. നിങ്ങളുടെ ടെക്സ്റ്റിൽ എങ്ങനെ എടുക്കുന്നത്? ഫോർമാലിറ്റി എന്നാണോ എടുക്കുന്നത്? ടെക്സ്റ്റിലെ ഫോർമാലിറ്റി ആണോ? ആണെങ്കിൽ തിരുത്തണം കേട്ടോ. ആണോ? അന്നൊന്ന് തിരുത്തിയ ഫോർമാലിറ്റി അല്ലാണ്ടോ, ഫോർമുലറി. FORMULARY. ഓക്കെ, അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. ഡ്രഗ് ഫോർമുലറി. കറക്റ്റ് ആണ്. ഇതിന്റെ ഫോർമാലിറ്റിനാണ് കേട്ടോ, ഫോർമുലറിനാണ്. അപ്പൊ നോക്കാം, ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. എന്താണ് ഈ ഡ്രഗ് ഫോർമുലറി? നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ഡ്രഗ് ഫോർമുലറിയെ പറ്റി ഞാൻ ചെറുതായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? എവിടെയാ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ ഫാർമസിയിൽ ഒരു ലാസ്റ്റ് ഒരു പോയിന്റ് നമ്മൾ പറയുന്നുണ്ട് അല്ലെ? എന്താണ്? ഒരു ഫാർമസി എന്ന് പറയുന്നത് അവിടുത്തെ ഡോക്ടേഴ്സിന് ഒരു ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു അല്ലെ? ഒരു ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഫാർമസി ഈ പറയുന്ന ഡോക്ടേഴ്സിന് ഒരു ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ആ ഗൈഡിന് നമ്മൾ ഡ്രഗ് ഫോർമുലറി എന്നാണ് പറയാ അല്ലെ? എന്താണ് ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞാല്? ഒരു ഹോസ്പിറ്റലിന് ഉപയോഗിക്കുന്നതിനായിട്ട് അംഗീകരിച്ചിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആണ് എന്ത്? ഡ്രഗ് ഫോർമുലറി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡ്രഗ് ഫോർമുലറി എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതിനായിട്ട് അംഗീകൃതമായിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആണ് എന്ത്? ഡ്രഗ് ഫോർമുലറി. ഇപ്പൊ എല്ലാ മരുന്നുകളും അവിടെ സ്റ്റോക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു പർപ്പസിന് തന്നെ പല കമ്പനിയുടെ പല മരുന്നുകളുണ്ടാവും. എല്ലാ മരുന്നുകളും അവിടെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ അവര് ആ ഒരു പെർട്ടിക്കുലർ അസുഖത്തിന് അവര് ചിലപ്പോ ആ ഒരു കമ്പനിയുടെ മരുന്നുകളായിരിക്കും അവർ ഉപയോഗിക്കുന്നതാണ്. വേറെ ഹോസ്പിറ്റലിൽ വേറെ ആയിരിക്കും അല്ലെ? അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന് ഉപയോഗിക്കുന്നതിനായിട്ട് അംഗീകൃതമായിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റ് ആണ് എന്ത്? ഡ്രഗ് ഫോർമുലറി എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു ഡ്രഗ് ഫോർമുലറി പ്രിപ്പയർ ചെയ്യുന്നത് ആരാണെന്ന് അറിയോ? ഈ പറയുന്ന ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ഏതൊക്കെ മരുന്നുകൾ ഉൾപ്പെടുത്തണം, അതുപോലെ ഏതൊക്കെ മരുന്നുകൾ അവോയ്ഡ് ചെയ്യണം. ആ ഒരു ഡ്രഗ് ഫോർമുലറിയിൽ ഉൾപ്പെടുത്തേണ്ട മരുന്നുകൾ ഏതൊക്കെയാണ്, ഇതെല്ലാം തയ്യാറാക്കുന്നത്. അതിന്റെ ആ ഒരു ലിസ്റ്റ് അത് ക്രിയേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ് കേട്ടോ. ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. ഓക്കെ, ക്ലിയർ? ആരാണത്? ഡ്രഗ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷനിൽ വരുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ചിലപ്പോ നിങ്ങളോട് ചോദിക്കും, ഹു പ്രിപ്പയർ ദ ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി? ഓപ്ഷൻ അതിന് ചിലപ്പോ ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും, കമ്മിറ്റി ഉണ്ടായിരിക്കും, ചിലപ്പോ നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ തരും. അപ്പൊ എന്താണ് ഉത്തരം? ഡ്രഗ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് നോക്കിയേ. ടു സെലക്ട് ഓഫ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ ആൻഡ് മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. കണ്ടോ? അതായത് മാനുഫാക്ചറർ തീരുമാനിക്കുന്നത്. ചില മരുന്നുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ മാനുഫാക്ചർ ചെയ്യും, ചിലത് നമ്മൾ സപ്ലൈസിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അതിനെ പറ്റിയ മാനുഫാക്ചറർ കണ്ടുപിടിക്കണം, സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യണം. എങ്ങനെയുള്ള സപ്ലയേഴ്സ് ആയിരിക്കണം? വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സപ്ലയേഴ്സ് ആയിരിക്കണം അല്ലെ? പിന്നെ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്, അതുപോലെ നമ്മൾ എങ്ങനെ ഇതിനെ സംഭരിക്കണം, നമ്മൾ ഈ വാങ്ങുന്നതും പർച്ചേസ് ചെയ്യുന്നതും മാനുഫാക്ചർ ചെയ്യുന്നതുമായിട്ടുള്ള മരുന്നുകള് ഏത് രീതിയിൽ നമ്മൾ പ്രൊക്യൂർ ചെയ്യണം, സ്റ്റോർ ചെയ്യണം,
അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. പല മരുന്നുകളും എന്താ പറയാ സ്റ്റോറിംഗിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഏത് മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്, ഏത് രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഡയറക്ഷൻസ് കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഓക്കെ ഓക്കെ. പിന്നെന്താണ്? ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്, ഡിലിഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്. നമ്മൾ ഈ പറയുന്ന ഡ്രഗ് ഫോർമുലയ്ക്കകത്ത് പുതിയ പുതിയ മരുന്നുകൾ ആഡ് ചെയ്യാം. പിന്നെ ചില ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ അവോയ്ഡ് ചെയ്യാം. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മരുന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്കറിയാം പുതിയ പുതിയ റിസർച്ചുകളൊക്കെ വരുമ്പോ പുതിയ മരുന്നുകൾ വരും. കുറെ കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങും. അപ്പൊ ചില പഴയ മരുന്നുകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ പുതിയ പുതിയ മരുന്നുകളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അങ്ങനെ ഡ്രഗ് ഫോർമുലയ്ക്കകത്ത് പുതിയ മരുന്നുകൾ ആഡ് ചെയ്യാം, പഴയ മരുന്നുകൾ ഡിലീറ്റ് ചെയ്യുക, മീൻസ് അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ് കേട്ടോ. ഓക്കെ, ഇന്ന് ഇത്രയും മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ നമ്മള് ഫംഗ്ഷന്റെ 3 പോയിന്റ് വരെ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള പോയിന്റുകൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, അപ്പം അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം. എല്ലാ മിസ്മാരും എടുക്കുന്ന ടോപ്പിക്സുകള് ഒരു പ്രാവശ്യം വായിക്കണം കേട്ടോ. ഡെയിലി ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇരുന്ന് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും എന്ത് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവും. അതിന്റെ ഇടയിൽ സമയം കണ്ടെത്തണല്ലോ. അപ്പൊ ഒന്ന് വായിച്ചു പോകണം കേട്ടോ. എന്താണ് ഫ്ലോ ചാർട്ട് മനസ്സിലായില്ലേ? എന്താണ് ഫ്ലോ ചാർട്ടിൽ പറയുന്നത്? ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റുകളുടെ റിക്വയർമെന്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കുക, ഫ്ലോ ചാർട്ട് ഏറ്റവും ടോപ്പ്, ഫാർമസിയുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്നത് ആരാണ്? ഡയറക്ടർ ആണ്. ഡയറക്ടർ ഓഫ് ഫാർമസി ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ കീഴിലായിട്ടാണ് ആര് വരുന്നത്? ചീഫ് ഫാർമസിസ്റ്റ് വരുന്നത്. ചീഫ് ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് എന്ന് പറയാം. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ചീഫ് ഫാർമസിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? എംഫാം ആണ്. മാസ്റ്റർ കേട്ടോ, മാസ്റ്റർ ഓഫ് ഫാർമസി ആണ്. അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് 4 വിഭാഗം ഫാർമസിസ്റ്റുകൾ. ഒന്ന് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫാർമസിസ്റ്റ്, യോഗ്യത ബിഫാം ആണ്. പിന്നെ മെഡിക്കൽ സ്റ്റോർ, അതിലേക്കുള്ള ഫാർമസിസ്റ്റ്. പിന്നെ ഡിസ്പെൻസിങ് വർക്കേഴ്സിന് വേണ്ടിയിട്ട്, അതായത് പേഷ്യൻസിന് മരുന്നുകളൊക്കെ കൊടുക്കാനുള്ള 2 ഫാർമസിസ്റ്റുകൾ. അവരുടെ ക്വാളിഫിക്കേഷൻ ബിഫാം അല്ലെങ്കിൽ ഡിഫാം. ഒന്നുകിൽ ബാച്ചുലർ ഡിഗ്രി ബാച്ചുലർ ഓഫ് ഫാർമസി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി കേട്ടോ. പിന്നെ വരുന്നത് ക്വാളിറ്റി കൺട്രോള്. നമ്മൾ മരുന്നുകൾ കൊണ്ടുവന്ന മരുന്നുകൾ അപ്പൊ തന്നെ എടുത്ത് പേഷ്യൻസിന് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അതിന്റെ ക്വാളിറ്റി, അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ ആ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ യോഗ്യത പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്, ലൈക്ക് എംഫാം ആണ് യോഗ്യത കേട്ടോ. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അവരുടെയൊക്കെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. The number of pharmacists required in a hospital that depends on the bed strength. അതുപോലെ ആ ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് ഇതിന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.